ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ പുതിയ വീഡിയോ ആണ് ഇടാൻ പോണത്. ഇന്ന് ഞാൻ കഥാ ബുക്കുകളുടെയാണ് വീഡിയോ ഇടാൻ പോണത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ ഇപ്പം ഞാൻ സ്കൂളിൽ നിന്ന് വന്നിട്ട് അറ്റാച്ച് ചെയ്യുന്നത് കുറച്ച് നേരമായി. അപ്പോൾ നമുക്ക് ആദ്യം ആമസോണിൽ നിന്ന് വന്ന 10 ബുക്കുകൾ എടുക്കാം. അത് മലയാളമാണ്. അത് നമുക്കപ്പോൾ എടുക്കാം. ഇതാണ് 10 മലയാളം ബുക്കുകൾ. ഈ 10 മലയാളം ബുക്കുകളുടെ ഞാൻ ഓരോന്നും നിങ്ങളെ കാണിച്ചു തരാം. ആദ്യത്തെ ഞാൻ എടുത്തേക്കുന്നത് സത്യസന്ധമായ മരംവെട്ടുകാരനാണ്. ഇത് എൻ്റെ ഒന്നാമത്തെ ഫേവറേറ്റ് ബുക്കാണ്. ഇതിനകത്ത് കുറേ ഉണ്ട്, ഓരോന്നൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് കാണാമല്ലോ? കാണാൻ പറ്റൂലേ? ഓക്കെ, ഇങ്ങനെ കുറേ ഉണ്ട്. ഇങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്. ഇത് ഒന്നാമത്തെ ബുക്കാണ്. രണ്ടാമത്തെ ബുക്കുണ്ട്, അത് നമുക്കെടുക്കാം. അടുത്തത് ബുദ്ധിമാനായ 2 ആടുകളാണ്. അതെനിക്ക് ഫേവറേറ്റ് അല്ല, അത്രയില്ല. പിന്നെ നോർമൽ ബുക്ക് പോലെ. ഇത് നിങ്ങൾക്ക് കാണാമല്ലോ? ഓക്കെ, ഇത് നല്ല കഥയാണ്. എനിക്ക് ഇഷ്ടമാണ് ഈ കഥ. അപ്പോൾ ഇത് നിങ്ങൾ കണ്ടില്ലേ, ഇത് ഓരോ ഫൈറ്റ് ചെയ്യുന്നതൊക്കെയാണ്. അത് കഴിഞ്ഞു. അപ്പം നമ്മുടെ അടുത്ത ബുക്ക് എൻ്റെ ഫേവറേറ്റാണ്, ബാലക്കുറുക്കനും മുന്തിരിയും. അതും ഇതുപോലെ തന്നെയാണ്, ഓരോ ഫോട്ടോസൊക്കെ ഉള്ളൂ. അതിൻ്റെ ലാസ്റ്റ് തിരിച്ചു പോകുന്നത് അത്രയേ ഉള്ളൂ. അതാണ് ആ കഥ. മുന്തിരിയൊക്കെ കഴിക്കാൻ കയറിയിട്ട് ലാസ്റ്റ് തിരിച്ച് പോവുകയാണ്, അത് കിട്ടാഞ്ഞിട്ട്. പിന്നെ 3 കുഞ്ഞു പന്നികൾ എൻ്റെ ഫേവറേറ്റ് ബുക്കാണ്, ഫേവറേറ്റ് നമ്പർ 3. അപ്പോൾ അതിൽ ഇതാണ്. ആദ്യം 3 പന്നികളുണ്ടായിരുന്നു. അവർ ഓരോരുത്തരും വീട് വെക്കണം. ആദ്യം അവർ ഒരു വീട് വെച്ചു, പിന്നെ ഇല കൊണ്ടുണ്ടാക്കിയ ഒരു വീട് വെച്ചു, ലാസ്റ്റ് കല്ലുകൊണ്ടുണ്ടാക്കിയ ഒരു വീട് വെച്ചു. അങ്ങനെ ഒരു കുറുക്കൻ വന്നു. ഓരോ കഥയാണ്. കുറുക്കൻ വന്ന് ഊതി അവർ വീട് പോയി, രണ്ടാമത്തെ വീടും പോയി, മൂന്നാമത്തെ വീട് പോണില്ല. അത്രയേ ഉള്ളൂ നമ്മുടെ കഥ. ആ കഥ. അടുത്തത് മടിയനായ കുഞ്ചു എൻ്റെ ഫേവറേറ്റ് കഥയാണ്. അത്രയും ഫേവറേറ്റ് അല്ല, ഇത്രയേ ഉള്ളൂ. ഇത് ഓരോന്ന് കാണിക്കാം. ബുദ്ധിമാനായ കുരങ്ങനും പൂച്ചക്കുട്ടികളും, അതും എൻ്റെ ഫേവറേറ്റാണ്. അത് അവരൊരു ബ്രെഡ് കഴിക്കുന്നതൊക്കെയാണ്. കണ്ടോ? അടുത്തത് ആമയും മുയലും, എൻ്റെ ഫേവറേറ്റ് നമ്പർ 4. ഇതിനകത്ത് ഒരു റേസ് നടത്തുന്നതാണ്. ആമയാണ് ഏറ്റവും നടക്കാൻ സ്ലോ ആയത്. അത് കാരണം ആമയ്ക്ക് ജയിക്കാൻ പറ്റൂല, അങ്ങനത്തെയാണ്. പക്ഷെ അതല്ല, അതാണ് അത്രയേ ഉള്ളൂ കഥ. പക്ഷെ ലാസ്റ്റ് ആമ ജയിച്ചേ. അടുത്തത് നമ്മുടെ വിക്രമനും കുരങ്ങന്മാരുമാണ്. അത് ഓരോ തൊപ്പി എടുക്കുന്നതാണ് വിക്രമൻ്റെ. ഇത് കണ്ടാൽ അറിയാം നമുക്ക്. ലാസ്റ്റ് പിന്നെ ചെന്നായി വരുന്ന ചെന്നായി. ഇത് ഞങ്ങളുടെ ഇംഗ്ലീഷ് ബുക്കിലുണ്ടായിരുന്നു നേരത്തെ സെമസ്റ്റർ 1. അപ്പം നമുക്ക് ഇത് കാണാം. ഇതിൽ ഓരോരുത്തരെയും പറ്റിച്ച് ഇത് ചെന്നായി വന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് പറ്റിച്ച് ഇപ്പം ലാസ്റ്റ് ചെന്നായി ശരിക്കും വന്ന്. അടുത്തത് എൻ്റെ ഫേവറേറ്റ് ആദ്യത്തെ ബുക്കായിരുന്നു മിട്ടുകാക്കയുടെ ദാഹം. അത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, കുറേ പേര് കേട്ടിട്ടുണ്ട്. ഇത് ഇംഗ്ലീഷിലും കേട്ടിട്ടുണ്ട്, ഹിന്ദിയിലും ചിലവർ കേട്ടിട്ടുണ്ട്. ഞങ്ങൾക്കുണ്ട് ഇതിൻ്റെ ഹിന്ദിയിലും മലയാളത്തിലും. ഇത് കല്ല് ഓരോന്നൊക്കെ ഇട്ട് ഭയങ്കര ദാഹമായിരുന്നു ഈ കാക്കയ്ക്ക്. അപ്പോൾ ഓരോ കല്ലൊക്കെ ഒരു കുടം കണ്ടു, അതിനകത്ത് കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ വെള്ളം എടുക്കാൻ പറ്റുന്നില്ല അതിൻ്റെ കൊക്ക് കൊണ്ട്. അത് കാരണം അത് ഓരോ കല്ല് എടുത്തിട്ടു. ആ കല്ലെടുത്തിട്ട് കഴിയുമ്പോൾ അങ്ങനെ വെള്ളം പൊങ്ങി വന്ന് ലാസ്റ്റ് അത് കുടിച്ചു. ഇത് മടങ്ങിപ്പോയി. അടുത്തത്
അത്രയേ ഉള്ളൂ. അപ്പോൾ ആ 10 സ്റ്റോറി. അടുത്തത് നമ്മുടെ ഇതാണ്. ഇതൊരു ആമസോണിൽ നിന്ന് മേടിച്ചതാണ്. രാത്രി കിടക്കാൻ നേരത്ത് വായിക്കുന്ന സ്റ്റോറി ഇതാണ്. ഇറ്റ്സ് ടൈം ടു സേ ഗുഡ് നൈറ്റ്. നിങ്ങൾക്ക് കാണുമായിരിക്കും. ഇറ്റ്സ് ടൈം ടു സേ ഗുഡ് നൈറ്റ്. നിങ്ങൾക്ക് വായിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ബാക്ക് ക്യാമറ എടുത്താലേ വായിക്കാൻ പറ്റുള്ളൂ. ഓരോ പേജസും ഞാൻ കാണിക്കാം. ഇതൊരു ബുക്കേ ഉള്ളേ. ലാസ്റ്റത്തെയാണ് ഏറ്റവും സൂപ്പർ ബുക്ക്. ഇതൊക്കെ ആദ്യം ഞാൻ കാണിച്ച ആ 10 സ്റ്റോറി ബുക്ക് എനിക്കൊരു ബണ്ടിൽ ഞാൻ ആമസോണിൽ നിന്ന് ഒരെണ്ണം മേടിച്ചപ്പോൾ അതിൻ്റെ കൂടെ കുറേ കിട്ടിയതാണ്. അപ്പോൾ ഈ സ്റ്റോറി ഇത്രയേ ഉള്ളൂ. കഥ എനിക്കറിയത്തില്ല, കഥ ഞാൻ പഠിച്ചിട്ടില്ല, ഞാൻ ജസ്റ്റ് വായിച്ചിട്ടേ ഉള്ളൂ. അടുത്തത് നമ്മുടെ മെയിൻ രാവണ ഹംബ്ലർ. എൻ്റെ ഫേവറേറ്റ് ആണ്, ഏറ്റവും ഫേവറേറ്റ് കഥാബുക്കാണ്. എ ഫീറ്റ് ഓഫ് ശിവ. ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ചിലവരൊക്കെ കേട്ടിട്ടുണ്ട്. ഓരോന്ന് കുഞ്ഞി പേപ്പർ ആയോട്ടിലാട്ടോ ഞാൻ താഴെ വെക്കുന്നു. എന്താ സ്റ്റോറി എനിക്കറിയത്തില്ല, ഞാൻ ജസ്റ്റ് വായിച്ചിട്ടുണ്ട്. ഇത് ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷ് ആണ് വായിക്കുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് വായിക്കുവാണ്. ഇതാണ് സ്റ്റോറി. ഇത് വേറൊരു സ്റ്റോറിയാണ്. ഈ സ്റ്റോറി വേറൊരു സ്റ്റോറിയാണ്. മറ്റേ ഇതേതോ രാവണ ദ മൈറ്റിയുടെയാണ്. ഇത് കഴിഞ്ഞത് ഇതാ ഈ സ്റ്റോറി. ഇതാ രാവണ ഫീറ്റ് ഓഫ് ശിവയുടെയാണ്. കാണാതിരിക്കാം, അതാണ്. ഓരോ പേജസ് മാറ്റി മാറ്റി ഞാൻ നിങ്ങളെ കാണിക്കാം. തീരാറായി. പിന്നെ അടുത്തത് ടെയിൽ പീസാണ്. ഹനുമാൻ്റെ ഒക്കെ സ്റ്റോറിയാണ് ടെയിൽ പീസ്. കാണാൻ പറ്റിയിരിക്കും. അപ്പം ഇംഗ്ലീഷിലാണ്, ഞാനിപ്പോൾ വായിക്കുന്നില്ല. പിന്നെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ചോദിക്കുക. ഞാൻ എൻ്റെ ആൻസർ ഒന്നും എഴുതിയിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ബൈ. ലൈക്ക് സബ്സ്ക്രൈബും ഷെയറും കമൻറ്റും ചെയ്യണം. പിന്നെ എന്നെ സപ്പോർട്ടും ചെയ്യണം. ഓക്കെ, ബൈ.